എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ ലക്ഷ്മിപ്രിയ അൻസിബ വിഷയം തന്നെയാണ്. അപ്പൊ ഇന്നലെ ആ ചാനൽ ക്യാൻ മീഡിയ എന്ന് പറയുന്ന ക്യാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ആ ചാനലില് ഒരു പ്രൊമോയാണ് വന്നത്. കട്ട് ചെയ്തുള്ള ഭാഗങ്ങൾ. അപ്പൊ മദ്യപിക്കാൻ പൈസ കൊടുത്തത് ഞാനാണ്, അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഒരാളെ കണ്ടു, റൂം തുറന്നപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നു, ഇങ്ങനെയുള്ള കുറെ കട്ട് ചെയ്ത ഭാഗങ്ങൾ വന്നപ്പോൾ നമ്മൾ കൂടുതലും ആ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ അതിന്റെ ഒരു അറ്റത്ത് മാത്രം കണ്ടേച്ചാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്താണേലും നിങ്ങൾ ഇങ്ങോട്ട് കമന്റ് ഇട്ടാണേലും ആ ഒരു ഭാഗം മാത്രം കണ്ടിട്ടാണ്. അത് കാണുമ്പോഴത്തേനും നമുക്ക് കൂടുതലും ചോദിക്കാൻ തോന്നിയത് എന്താണ്, അൻസിബയുടെ പേഴ്സണൽ വിഷയമാണത്. കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചാണ്, അത് ആരുടെ കൂടെയും പോയെടുത്ത് അതെടുത്ത് ചളി വാരി എറിഞ്ഞ് അതിനെ നാണം കെടുത്താൻ എന്തിനാണ് ലക്ഷ്മിപ്രിയ ശ്രമിക്കുന്നത്? അത് ശരിയല്ല. ആ പെൺകുട്ടി ഒരു കല്യാണം കഴിച്ച അവിഹിതമൊന്നുമല്ലല്ലോ നടത്തുന്നത്. അത് കല്യാണം കഴിക്കാത്ത കൊച്ചല്ലേ, അത് അതിന്റെ ഇഷ്ടത്തിന് പോയി ജീവിക്കട്ടെ. പിന്നെ മദ്യപാനം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒന്ന് ആരും ചെയ്യാത്തല്ലോ, സിനിമാ ലോകത്ത് പണ്ടേ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കമന്റും ഞാൻ സംസാരിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ അതിനെ ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. ഇന്നിപ്പോ ഇതിന്റെ ഫുൾ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മിപ്രിയ സംസാരിക്കുന്ന ഫുള്ള് ഞാൻ ക്ഷമയോടെ ഇരുന്ന് മുഴുവൻ കേട്ടു. കാരണം കേൾക്കണമല്ലോ ഇതെന്താണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന അൻസിബ. കാരണം അൻസിബയെ കുറിച്ച് എനിക്ക് വളരെ മാലാപാർവതിയൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറുസൈഡും കൂടെ എന്താണ്, ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ ഇത്രയും വലിയൊരു ചാനലിൽ വന്നിരുന്ന് ഇതുപോലെ അടിച്ചു വിടുന്നത് എന്താണ് എന്നറിയണം. പിന്നെ ഇന്നലെ അൻസിബ കേസ് കൊടുത്തിട്ടുണ്ട്. PR ഏജൻസി വഴി ഈ പുള്ളിക്കാരത്തെ മോശമാക്കാൻ വരെ ശ്രമിക്കുന്നു ശ്വേതാ മേനോൻ എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുള്ളായിട്ട് അറിയണമെന്ന് തോന്നിയോണ്ട് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിരുന്നു. ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ ആ പോയിന്റ് തുടക്കം തൊട്ടുണ്ട്. അതായത് മറ്റൊരാളുടെ പേഴ്സണൽ വിഷയത്തിലേക്ക് ഇടിച്ചു കയറിയുള്ള അവരെ നാറ്റിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ ഇന്നലെ ലക്ഷ്മിപ്രിയ ചെയ്തത്. പക്ഷെ ഇത് തുടക്കത്തിൽ പറഞ്ഞു വരുമ്പം ഒരു പക്ഷാഭേദവും ഇല്ലാതെ സംസാരിക്കുവാണ്. ഇത് ആദ്യം ചെയ്തത് അൻസിബയ. അതായത് ലക്ഷ്മിപ്രിയയുടെ ജീവിതം എന്താണെന്ന് അൻസിബയ്ക്ക് അറിയാം. അൻസിബയും ലക്ഷ്മിപ്രിയയും വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ ഹസ്ബൻഡുമായിട്ടും അൻസിബ കണക്ഷൻ ഉണ്ട്, സംസാരിക്കാറുണ്ട്. അത് അൻസിബ മീഡിയയ്ക്കുള്ളിൽ പറഞ്ഞു ഇവര് തമ്മിലുള്ള വഴക്കൊക്കെ ഹസ്ബൻഡ് വിളിച്ച് പറയാറുണ്ടെന്ന്. ലക്ഷ്മിപ്രിയയും ഹസ്ബൻഡും തമ്മിലുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് വിളിച്ച് അൻസിബയോട്, അതായത് അവരുടെ ലൈഫിൽ വളരെയധികം അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാണ് അൻസിബ. ഇങ്ങനെ അവരെ പറ്റി ശരിക്കും അറിയാവുന്ന ഒരു അൻസിബ ഒരു സുപ്രഭാതത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ചേച്ചി ദുബായി പോയപ്പോൾ ആരുമായിട്ട് ആ ഫോട്ടോ എടുത്തെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നു. അതിന്റെ അകത്ത് ആ ഒരു മെസ്സേജ് ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് കാണുന്നു. അതെന്താണ് സംഭവം, ഏതൊരു പുരുഷനും ഏതൊരു ഭർത്താവിനും തോന്നുന്നൊരു അവകാശവുമാണ് അറിയാനുള്ളത്. കാരണം ഭാര്യ അയാളെ കൂട്ടാതെ വിദേശത്ത് പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ തോന്നും. ഈ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സംഭവം എന്താണെന്നുള്ള അൻസിബയ്ക്ക് ഒരു പക്ഷെ അറിയത്തില്ല അത് സംഭവിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഈ ചില്ലുപാത്രം പോലെയുള്ള ദാമ്പത്യം താഴോട്ട് വീണ് ഉടയാതിരിക്കാൻ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. എത്രയധികം പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം എന്നൊക്കെ ഉണ്ടെങ്കിലും 1000 തേൻതുള്ളിയിൽ ഒരു മീൻതുള്ളി വരുന്ന അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കരട് വീണിട്ടുണ്ട് ദാമ്പത്യത്തെ അത് നല്ലപോലെ ബാധിക്കും. എവിടാണില്ല. അതിനിപ്പോ ഈ സിനിമാക്കാരൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പം അവിടോട്ടൊരു മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിന്റെ ഒരു രീതിയും കൂടെ അറിയുമ്പോൾ അൻസിബ ഒരു കാരണവശാലും ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് അയക്കാൻ പാടില്ല. എന്താണ് ഫോട്ടോ എടുത്തത്, അല്ലെ അത് നേരിട്ട് കാണുമ്പോൾ എപ്പോഴും കാണുന്ന അവരോട് നേരിട്ട് ചോദിക്കാം. അതിനു പകരം അവരുടെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡും കൂടെ ഉള്ള സ്ഥിതിക്ക് അങ്ങോട്ട് അയക്കാൻ പാടില്ല. അത് വെച്ചത് തന്നെ ഒരു പാര. അതൊരു പാരയാണ്. പേഴ്സണൽ ലൈഫിലേക്ക് വെക്കുന്ന ആലോചിക്കാതെ പെണ്ണുങ്ങൾ ചെയ്യുന്ന തനി പെണ്ണുങ്ങൾ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ചുമ്മാ പരദോഷണവും കുശുമ്പുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടി തന്നെ അൻസിബ ചെയ്തത്. പിന്നെ അൻസിബ അത് എങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ അൻസിബയോട് ദുബായിലുള്ള ഒരു RJ എന്ന് പറയുന്ന ആണോ പെണ്ണോ ആരാണേലും അവരാണ് ഇതിന്റെ മൂല കാരണം. അവര് പരദൂഷണവും കുശുമ്പും പാരയും വെക്കുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് വെറുതെ ഒരു രസത്തിന് ഒരു ജോക്കായിട്ട് എന്തോ വൃത്തികേട് പറഞ്ഞു വിട്ട്. ഇതാണ് ഉണ്ടായത്. ആ വൃത്തികേട് അതിനെ ഒളിച്ചു വെച്ചിട്ട് എന്നാ ചേച്ചി എന്താണ് ചെയ്തെന്നുള്ള രീതിയിൽ അൻസിബ ചോദിക്കുന്നു. ആ ചോദിച്ചത് ലക്ഷ്മിപ്രിയയുടെ ലൈഫിൽ പ്രശ്നമാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ദുബായി പോയി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലക്ഷ്മിപ്രിയക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് അത് എന്താണോ, അത് നീ ചോദിച്ചത് എന്താണോ അത് നീ തന്നെ പ്രൂഫ് തെളിയിച്ചിരിക്കണം. നീ തെളിയിക്കുക. അതുകൊണ്ട് നീ എന്ത് ഫോട്ടോയാണ് നീ അയക്കുക എന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയുടെ ജീവിതമാണ് അവിടെ മുന്നിൽ വരുന്നത്. അവരത് അത്ര വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും വരികൾക്കിടെ വായിക്കാമെന്ന് നമുക്ക് മനസ്സിലാവും. ആ എന്ത് ഫോട്ടോയാണോ അല്ലെ എന്ത് മെസ്സേജാണോ എന്ത് തേങ്ങയാണേലും അത് അവർക്ക് അവരുടെ ഹസ്ബൻഡെ കാണിച്ചേ പറ്റൂ. അല്ലെ അത് അവരുടെ ലൈഫിൽ എന്നും ഒരു കറുത്ത അധ്യായമായിട്ട് കിടക്കുകയോ അതൊരു വിശ്വാസക്കുറവാണ്. ദാമ്പത്യത്തിന്റെ വില നമുക്കറിയാലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഒരു പരിപാടി നടക്കില്ല. എത്ര അധികം മരിക്കാൻ നിൽക്കുന്നവരാണേലും എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാൽ കഴിഞ്ഞു. അപ്പൊ അത് നീക്ക്
പോക്കാക്കണം. അതിന്റെ ഒരു വില അൻസിബ കല്യാണം കഴിക്കാത്തതുകൊണ്ട് അൻസിബയ്ക്ക് അറിയില്ല. ഒരു മെസ്സേജ് അയച്ചിട്ട് ആർജെ ദുബായിൽ നിന്ന് അയച്ച അവനോ അവളോ അവരോട് തിരിച്ചു തന്ന അതിന്റെ ഫോട്ടോ നീ കണ്ടോ, അല്ലെ എന്താ നീ കണ്ടേ, അത് ഇങ്ങോട്ട് അയക്കും, ഞാൻ ലക്ഷ്മിപ്രിയക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവര് അൻസിബ കൈയൊഴിഞ്ഞു. അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല, ചുമ്മാ ജോക്ക് വെറുതെ ഒരു പരിദോഷണം തട്ടിവിട്ട. അവര് കൈയൊഴിഞ്ഞപ്പോ ആര് പെട്ടെന്ന് ചോദിച്ചാൽ അൻസിബ വിട്ടു. പക്ഷെ ലക്ഷ്മിപ്രിയക്ക് ഇത് തെളിയിച്ചേ പറ്റൂ ഭർത്താവിന്റെ മുന്നേ. അതുകൊണ്ട് എത്ര കാല് പിടിച്ച് അൻസിബയോട് ചോദിച്ചിട്ട് അൻസിബ പിന്നെ ഇതിന്റെ ബാക്കി അയക്കുകയില്ല, ബാക്കി പറയില്ല, ബാക്കി സംസാരിക്കാൻ നിൽക്കില്ല. ലക്ഷ്മിപ്രിയ കാണുമ്പോൾ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുന്നു. അവസാന പടിയായിട്ട് ഹസ്ബൻഡിന്റെ മുന്നിൽ നിന്നേ പറ്റുള്ളൂ. ആ അവസാനത്തെ പരിപാടിയാണ് ലക്ഷ്മിപ്രിയ കൊണ്ടേ കേസ് കൊടുത്തത്. അതല്ലാതെ ലക്ഷ്മിപ്രിയയുടെ മുന്നിൽ പിന്നെ എന്താണ്? പോലീസുകാർ ചോദിക്കുമ്പോൾ ലക്ഷ്മിപ്രിയ ശരിക്കുള്ളത്, പോലീസുകാർ ചോദിക്കുമ്പോൾ അൻസിബ ശരിക്കുള്ള സത്യം പറയും. ആ സത്യം അതേപടി ഹസ്ബൻഡിനെ ബോധിപ്പിക്കുക. അവരുടെ ദാമ്പത്യത്തിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് അവരവിടെ ചെയ്തത്. നമ്മൾ വ്യക്തികളെ വെച്ച് കുറ്റം പറയുക. ലക്ഷ്മിപ്രിയയുടെ ബോഡി ലാംഗ്വേജോ ഡയലോഗ് പ്രസന്റേഷനോ ഒക്കെ അഹങ്കാരമായിട്ട് തോന്നുന്നു. അവരത് പറഞ്ഞിട്ടുണ്ട്, അവർ മലയാളം ശരിക്കും അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുക. അപ്പൊ അങ്ങനെ ഒരു അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ മുഴുവൻ നേരം കണ്ണടച്ച് കുറ്റം പറയുന്നതിൽ ഒരു കാര്യമില്ല. ഈ കാര്യത്തിൽ അൻസിബയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അൻസിബയുടെ ഫ്രണ്ടായ ആർജ കാണിച്ച ഒരു തെണ്ടിത്തരം അൻസിബ ഏറ്റെടുത്ത് നേരെ ലക്ഷ്മിപ്രിയയോട് പറയുന്നത് ലക്ഷ്മിപ്രിയയുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കേസ് കൊണ്ടു കൊടുത്തത്. പിന്നെ അവിടെ മണിക്കൂറുകൾ ഇരുത്തി എന്നൊക്കെ പറയുന്ന ആദ്യ കേസ് ഉച്ചയ്ക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ച് ഉച്ചയാകുമ്പോൾ അവർ ഊണ് കഴിക്കാൻ പോലീസുകാർ പോകും. ഉച്ചയ്ക്ക് മുന്നേ അവസാനിപ്പിച്ചപ്പോൾ ഫോട്ടോ എടുക്കാൻ ലക്ഷ്മിക്ക് സമ്മതം കൊടുത്തു. അതിന്റെ കാര്യം ഹസ്ബൻഡിനെ കാണിക്കാൻ. അപ്പൊ ഇവർക്കും ഫോട്ടോ എടുക്കണം, മിഥിലാജും എല്ലാം കൂടെ പോയിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അവർ ഊണ് കഴിച്ചിട്ട് വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഊണ് കഴിച്ചിട്ട് വരുമ്പോൾ ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു. അപ്പൊ മണിക്കൂറുകൾ ചിലപ്പോൾ കടന്നു പോയി കാണും. അതാണ് അൻസിബ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ലക്ഷ്മിപ്രിയ പറയുന്നൊന്ന് കേൾക്കാം. 10-ാം തീയതി അൻസിബ എനിക്ക് എന്റെ ഫോണിലോട്ടൊരു മെസ്സേജ് അയച്ചു. എനിക്കത് അത്ര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സെൻസ് ആയിട്ടും എനിക്ക് തോന്നിയില്ല. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ലക്ഷ്മി ചേച്ചി ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എന്റെ ഫ്രണ്ട് ആർജെ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. അപ്പൊ ഞാൻ തിരിച്ചു, എന്റെ എന്ത് ഫോട്ടോ? അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അൻസിബ എന്ന ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ എന്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലുള്ളൊന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ കൂടെ ഒരു 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും സാധാരണക്കാരെ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത, അതുകൊണ്ട് ഇച്ചിരി വൃത്തിയായിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഒന്നത്. 2, എന്റെ എന്തോ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു നല്ല ഫോട്ടോ ആവാനായിട്ടൊരു ചാൻസ് ഇല്ല. പിന്നെ ഒരു ആർജെ, ഞാൻ പോയത് ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, ഞാനൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ് പോയത്. ആ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു ആർജെ അവിടെ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഡൗട്ട് അടിക്കുമല്ലോ. എനിക്കത് അരുതാത്ത ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. വന്നു, എനിക്കതൊരു ഓക്വേർഡായിട്ട് തന്നെ തോന്നി. ഞാൻ ചോദിച്ചു, എന്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമേ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ മെസ്സേജ് അയച്ചു, അൻസിബ എന്റെ എന്ത് ഫോട്ടോയുടെ കാര്യമാണ് മോള് ചോദിച്ചു. ഞാൻ വിളിച്ചു, എടുത്തില്ല, ആ കുട്ടി എടുത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ എന്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഹഗ്ഗിങ് മദറാണ്, മാതാ അമൃതാനന്ദമയി ദേവി ഞങ്ങളുടെ ഗുരുവാണ്. അപ്പോൾ ഞാനൊരു മനുഷ്യന്റെ ഹസ്ബൻഡ് നിന്നാലും ഞാൻ ഒരു പുരുഷനെ ഹഗ് ചെയ്യുന്നു വെച്ചാൽ എന്റെ ഭർത്താവിന് അതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരാണെങ്കിലും ഞാൻ തോളത്ത് കൈവച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതിലെനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ കവളത്തൊരു ഉമ്മ കൊടുക്കും. അതിലൊരു തെറ്റ് പറയാനില്ല. ഇതല്ലാത്ത ഞാൻ ഒരാളുടെ മടിയിലിരിക്കുന്നതോ ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ ഒരാളുടെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കാണില്ല. മോളുടെ ഫ്രണ്ട് ആർജെ കണ്ട ഫോട്ടോ എന്താണെന്ന് മോളൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആ മെസ്സേജ് ഒക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ടൈമും ഡേറ്റും സഹിതം. അപ്പോൾ ആ കുട്ടി വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഞാനൊരു വർക്കിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, രാത്രി 11:30 മണിക്കാണ്. ഓക്കെ എന്ന് പറഞ്ഞു, വിളിക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പിന്നെ IFFKയുടെ ഡിന്നറിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോകുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് ഈ കുട്ടിയെ കാണുന്നുണ്ട്. ഞാൻ ഇവൾക്ക് ദുബായിൽ നിന്ന് നല്ല വില പിടിപ്പുള്ള ഒരു വാച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇവൾ പറഞ്ഞു റൂമിൽ വരാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. വന്നിട്ടില്ല. ഞാൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. അപ്പോൾ താഴെ വന്നപ്പോൾ അവൾക്ക് തലവേദന ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടി എന്നിൽ നിന്ന് എന്തോ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടല്ലോ എന്ന് തോന്നി. IFFKയുടെ ഡിന്നർ ആരാ ആങ്കർ ചെയ്തതെന്ന് സുരേഷ് ചേട്ടൻ അറിയാമോ? അൻസിബയാണ് IFFKയുടെ ഡിന്നർ ആങ്കർ ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു IFFKയുടെ ഡിന്നറിന് മദ്യം വിളമ്പി എന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ ഏതോ ഒരു അംഗം ആരോപിച്ചു. അപ്പൊ അത് ആങ്കർ ചെയ്ത വ്യക്തി എന്ന നിലയിൽ അൻസിബ എന്താ അത് തിരുത്താഞ്ഞത്? എന്താ IFFKയില് ഡിന്നറിൽ മദ്യം വിളമ്പിയിട്ടില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് അൻസിബയ്ക്ക് കഴിഞ്ഞിട്ടില്ല? അപ്പോൾ ഒരുപാട് ആണികൾ അടിക്കുന്നുണ്ട്, അതും കൂടെ അങ്ങ് ഇരുന്നോട്ടെ എന്നോർത്തിട്ട് ആ കുട്ടി എന്തുകൊണ്ട് സൈലന്റ് ആയി? അപ്പോ അവിടെ വെച്ച് കണ്ടു, എന്നോട് വലിയൊരു അടുപ്പൊന്നും കാണിക്കുന്നില്ല. അപ്പൊ കുക്കു ചേച്ചി ചെയർമാൻ ആയല്ലോ. അപ്പൊ കുക്കു ചേച്ചിയൊക്കെ ആയിട്ട്, കുക്കു ചേച്ചിനൊന്നും അവൾക്ക് കണ്ടുകൂടാത്ത ആള് കുക്കു ചേച്ചിയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് സ്നേഹമായിട്ടൊക്കെ കാണിക്കുന്നു. ഞാനൊന്നും മിണ്ടിയില്ല.
ഇങ്ങോട്ട് പോരുന്നു. പിന്നെ ഈ അഴിമതി ഇന്നത്തെ ഒരു ചാനലിലും കണ്ടു. ഈ അഴിമതി പറഞ്ഞൊരു ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വരാനായിട്ട് 18,000 രൂപയാണ് കാറിന്റെ റെന്റ് ആയിരിക്കുന്നത്. അത് എന്റെ ഫോണിൽ കിടപ്പുണ്ട്, പൈസ അയച്ചു കൊടുത്തതിന്റെ. അതും നമ്മൾ പറയണം. ഈ തിരുവനന്തപുരം വരെ പോയിന്റ് അൻസിബയും 3 പേർക്ക്, അൻസിബ, നീനാക്കുറുപ്പ്, ആശ അരവിന്ദ്. ഞാൻ ലക്ഷ്മിപ്രിയ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണെന്നും പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് എനിക്കിപ്പോ ലക്ഷ്മിപ്രിയ എന്നോ അൻസിബ എന്നൊന്നും ആരോടും കൂടുതൽ കൂടലോ അങ്ങനെയൊന്നുമില്ല. അൻസിബ കുറെയൊക്കെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് നീതിപൂർവ്വം സംസാരിച്ചു എന്നുള്ളത് വെച്ചാണ് അൻസിബയെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. ഇന്നലെ ഇപ്പൊ ഇവര് പറഞ്ഞപ്പം അൻസിബ എന്തിന് ലക്ഷ്മിപ്രിയയുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി എന്നുള്ള ഒരു ചോദ്യം ഇതിന്റെ അകത്ത് കിടപ്പുന്നുണ്ട്. എവിടെന്നെങ്കിലും അവര് ദുബായിൽ പോയി അത് ചെയ്തു ഇത് ചെയ്തു, ഇനി അവര് പറയുന്നുണ്ട് അവര് ആരെയും ഒന്ന് തോളെ കൈയിട്ട് ഫോട്ടോ എടുക്കും, അല്ലെ അവര് അമൃതാനന്ദമായി ചെയ്യുന്ന മാക്സിമം പോയ അവരൊരു ഉമ്മ കൊടുക്കും. ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള ഫോട്ടോ ആയിട്ടുള്ളൂ. അപ്പൊ ലക്ഷ്മിയോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം അവരുടെ ഫോണിൽ മെസ്സേജ് അയച്ചാൽ അത് ഹസ്ബൻഡ് കാണും എന്നുള്ളത് അൻസിബയ്ക്ക് അറിയാം. അവിടെയാണ്. അപ്പൊ അൻസിബ എന്താ ഓർത്തെന്ന് വെച്ചാൽ RJ എന്ന് പറഞ്ഞു വിട്ട പരദൂഷണം പറഞ്ഞ അവര് ബാക്കി എന്തോ വലിയ മല മറിക്കുമെന്ന് ഓർത്തു. പക്ഷെ അവര് ചതിച്ചു. അപ്പൊ അൻസിബയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു രക്ഷയില്ലാതെ വന്നു. ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുള്ളത് ലക്ഷ്മിപ്രിയ പറയുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി ഏത് ഫോട്ടോയുടെ കാര്യമാണ് അൻസിബയുടെ അടുത്ത് പറഞ്ഞത്, ഏത് ഫോട്ടോയുടെ കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എനിക്കറിയില്ല ചേട്ടാ, ഈ കുട്ടി ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. എന്താ ലക്ഷ്മി അപ്പൊ ചോദിക്കാത്തത്? ഞാൻ പല ആവർത്തി ചോദിച്ചിരുന്നില്ല. അപ്പൊ ആ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ചേട്ടൻ ഓർമ്മയുണ്ടോ, ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, 480 ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് ഞാൻ ദുബായിൽ പെട്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് എക്സിറ്റ് അടിച്ചു, അതന്നെ എക്സിറ്റ് വിസ അടിച്ചു. എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തോട്ട് കയറാനും പറ്റാത്ത അവസ്ഥ. അപ്പം അതിന് തൊട്ട് മുന്നേ ഞാനും ഇവിടുത്തെ ഒരു നടി, മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയും കൂടെയാണ് പോയത്. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ട്. ഇതിൽ ഏത് ട്രിപ്പിനെ കുറിച്ച് ഈ കൊച്ചു ചോദിക്കുന്നതെന്ന് പോലും എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. അപ്പം പിന്നെ ആ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ പെട്ടു, 22 മണിക്കൂർ ഇരുന്നു, പിന്നെ ദേഹമൊക്കെ പൊട്ടിയിട്ടാണ് നമ്മൾ റൂമിൽ പോകുന്നത്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ജയ്ഷേട്ടൻ എന്തോ ഒരു മനസ്സിലൊരു വിഷമം പോലെ, എനിക്ക് അവിടെ എന്തോ സംഭവിച്ചോ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ, എനിക്ക് എന്തെങ്കിലും ഇത് പറ്റിയോ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഓർത്ത് ജയ്ഷേട്ടൻ എന്തോ ഭയങ്കര ഒരു വെപ്രാളം, ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ 1ഉം 2ഉം ആയിട്ട് ഇവിടെ സംസാരം തുടങ്ങി. അപ്പം ഞാൻ ഈ കുട്ടിയെ പിന്നെ നമ്മുടെ ശ്രീനിയേട്ടൻ മരിച്ച സമയത്ത് അവളെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നു, മോളെ എന്താണ് നിന്റെ ഫ്രണ്ട് ഇനി എന്ത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞാലും നീ അതിങ്ങ് അയച്ചതാ, നീ ഒന്ന് ജയ്ഷേട്ടനോട് സംസാരിക്കും, ഈ വഴി കൂടെ അല്ലേ പോകുന്നത്, മോളൊന്ന് വന്ന് ചേട്ടനോടൊന്ന് സംസാരിക്ക്. ഞാൻ വരാൻ ചേച്ചി. അയ്യോ ചേട്ടൻ ആ മെസ്സേജ് കണ്ടോ, ചേച്ചി എന്താ ഡിലീറ്റ് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്, നീ ചോദിച്ചത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താ കാര്യം എന്നൊന്ന് പറ എന്ന് പറഞ്ഞപ്പം പറയാമേ വരാമേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്നോട് എന്തോ ഒരു വ്യക്തി വിരോധം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഞാനത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ജനുവരി 22-ാം തീയതി ആയപ്പോഴത്തേക്കും വീണ്ടും അതേ ചൊല്ലി ഇവിടെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളായപ്പം എനിക്ക് വേറെ ഒരു നിവർത്തി ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഹിൽ പാലസ് സ്റ്റേഷൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ ഈ വീട് വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് എവിടെയാ പോകേണ്ടതെന്ന് പോലും അറിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് 4 വരിയിലേ ഞാൻ പരാതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ സുരേഷ് ചേട്ടാ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്റെ വീട്ടിലും കൂടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇത് എന്റെ ഹസ്ബൻഡിനെയും ആ കുട്ടിയെ ഇരുത്തിയിട്ട് ഈ കുട്ടി കണ്ടത് എന്തോ ആയിക്കോട്ടെ അതൊന്ന് തുറന്ന് പറയണം. എനിക്കും അത് അറിയണം, എന്താണ് എന്നെ കുറിച്ചുള്ള ഫോട്ടോ എന്ന് എനിക്ക് അറിയണ്ടേ. ഇത്രേ ഞാൻ അതിനകത്ത് പരാതിയിൽ എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് ആ കുട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല, അതിന് വിഷമമാകുന്നോ ദോഷമാകുന്ന വിധത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അവിടെ കഴിയുന്നു. ജനുവരി 25 ലക്ഷ്മിപ്രിയ സംസാരിക്കുന്ന എല്ലാത്തിനും തെളിവുണ്ടെന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ക്യാമറയില്ലല്ലോ, അതിന്റെ പുറത്തെ ക്യാമറയുണ്ട്. ഇവർ വന്നതും പോയതും എടുത്തതും ആയ സമയം ഞാൻ ആദ്യമേ പറഞ്ഞാലും ഊണ് കഴിക്കാൻ എസ് പോയ സമയം ഇവരവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ കേരളത്തിന്റെ നിയമം. അതിന് ലക്ഷ്മിപ്രിയ ഒന്നും ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആ ഒരു സംഭവം പോലീസ് SI അൻസിബയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അൻസിബ അതിന്റെ മറുപടി പറയുന്നു. അപ്പം ഒന്നും തെളിവായിട്ട് അൻസിബയ്ക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഇൻസ്റ്റയിൽ എവിടെയോ ഇട്ട ഒരു കാര്യം. കാരണം അതിന്റെ കാര്യം ആദ്യ പരദൂഷണം പറഞ്ഞ ആൾക്കാർ കൈ ഒഴിഞ്ഞു, പിന്നെ അൻസിബയ്ക്ക് ഒന്നും ചെയ്യാൻ കാര്യമില്ല. ആദ്യമായിട്ട് ഈ മെസ്സേജ് അയച്ച് വിടുമ്പം അൻസിബ അവരുടെ കുടുംബത്തെ പറ്റി നല്ലപോലെ അറിയാമെങ്കിൽ അൻസിബ അത് ചെയ്യാൻ പാടില്ല. കാരണം ലക്ഷ്മിപ്രിയ അത്ര അടുപ്പമാണ് അൻസിബയായിട്ട്. വാച്ച്, നല്ല വിലയുള്ള വാച്ച് മേടിച്ചു കൊടുക്കുന്നു, എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു, പൈസ 50,000 രൂപ ചോദിച്ചപ്പോൾ കടം കൊടുക്കുന്നു. അങ്ങനെ ഇവർ ഈ അമ്മ സംഘടനയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് ഷൂട്ടിങ്ങിനും ഒക്കെ നടന്ന് ഇവർ വളരെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പം അൻസിബയ്ക്ക് എന്തും നേരിട്ട് ലക്ഷ്മിപ്രിയയോട് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചോദിച്ചത്. പക്ഷെ ആ ചോദ്യം ഹസ്ബൻഡ് കാണുമെന്നുള്ള കാര്യവും അൻസിബയ്ക്ക് അറിയാം. അതാണ് നമുക്ക് മനസ്സിലായത്. ഇവരുടെ ലൈഫിനെ പറ്റി നല്ലപോലെ അറിയാം. കാരണം ഇവർ തമ്മിലുള്ള വിഷയം ഹസ്ബൻഡ് തന്നെ അൻസിബയോട് വിളിച്ച് പറയാറുണ്ട്. അപ്പൊ അത്ര അടുപ്പമാണ്. അങ്ങനെയുള്ളപ്പോ നേരിട്ട് ചോദിച്ച് അതെന്തെങ്കിലും ഇത്രയും വലിയ വിഷയമാകില്ല. ഇന്നിപ്പോ അൻസിബയുടെ പേഴ്സണൽ ലൈഫിലെ കാര്യം ലക്ഷ്മിപ്രിയ ഒരു ചാനലിൽ വന്നിരുന്ന് പറയണമെങ്കിൽ അത്രയും വിഷയങ്ങൾ ഇവർ തമ്മിൽ നടന്നതിന്റെ അടിസ്ഥാന ആദ്യത്തെ കാര്യം അൻസിബയ്ക്ക് പറ്റിയ തെറ്റാണ്.
ചുമ്മാതെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറിയതിന്റെ പ്രശ്നമാണ് ഈ ഉണ്ടായത്. അങ്ങനെ ഒരു തെറ്റ് അൻസിബയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കൊടുക്കേണ്ടി വരുന്ന വില ലക്ഷ്മിപ്രിയയുടെ ജീവിതമായിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഇല്ലേ ജീവിതം, അത് ഓർക്കണം. അല്ലാതെ കംപ്ലീറ്റ് അൻസിബയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോകുന്നതിലൊന്നും കാര്യമില്ല. കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ഇതിനകത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ കേട്ടല്ലേ, അപ്പൊ ഇതിന്റെ അകത്ത് ഇന്നലെ വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പ്രൊമോ വന്നാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്തത്. അതിന്റെ ക്ലാരിറ്റിയോട് കൂടിയുള്ള സംസാരം ഇപ്പം ഈ പുതിയ വീഡിയോയിൽ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ ആ ആങ്കർ ചോദിക്കുകയാണ്, ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് നടന്ന ഒരു വഴക്കിനെ പറ്റി എനിക്കറിയാം, അതേപ്പറ്റി പറയാം. കാരണം ആ ഒരു വഴക്കിന്റെ ഈ ഇന്നലെ പറഞ്ഞ അവിഹിതത്തിന്റെ കംപ്ലീറ്റ് CCTV ദൃശ്യം അവരുടെ ഹോട്ടലിലുണ്ട്. കാരണം അതിന്റെ ഓണർ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അയാളാണ് കണ്ടത്, ഒരു ആള് റൂമിലേക്ക് കയറുന്നതും എടുക്കുന്നതും ഒക്കെ അയാളാണ് കണ്ടത്. ലക്ഷ്മി അവിടുന്ന് പോന്നിരുന്നു. ലക്ഷ്മിയുടെ ഫോണിലേക്ക് അവിടെ ഇങ്ങനെ വിഷയങ്ങൾ നടക്കുന്നു, അൻസിബയുടെ മുറിയിൽ ഒരാളും ഒക്കെ ആയിട്ട് വിഷയങ്ങൾ നടക്കുന്നു വിളിച്ചു പറയാൻ വേണ്ടി ലക്ഷ്മിയുടെ ഫോണിലേക്ക് അവിടെയുള്ള സകല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിളിച്ചതിന്റെയൊക്കെ തെളിവുകളും പിന്നെ അവിടെ നടന്ന സംഭവത്തിന്റെ വീഡിയോ ആ ഹോട്ടലിലുള്ളവരെല്ലാം പിടിച്ചിട്ടുണ്ട്. ആ തെളിവുകളും എല്ലാം അവരുടെ എല്ലാം കയ്യിലുണ്ട്. അപ്പൊ തെളിവോടുകൂടിയാണ് ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നത്. 9 വർഷമായിട്ട് അൻസിബ ഒരാളുമായിട്ട് സ്നേഹം, അതിനൊന്നും ഈ പറയുന്ന ഒരു കുറ്റം പറയാനില്ല. പക്ഷെ ഇത് ലക്ഷ്മി വന്ന് പറയേണ്ടി വന്നതിന്റെ കാരണമാണ് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞത്. അപ്പൊ പേഴ്സണലായ കാര്യം തന്നെയാ. അന്നേരം 9 വർഷമായിട്ടുള്ള ഒരാളുമായിട്ട് സ്നേഹമാണ്. അയാളുമായിട്ട് 3 ദിവസത്തേന് അൻസിബ ആ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തുനിന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചായിരുന്നവര്. അപ്പൊ ആ 3 ദിവസത്തേന് കന്യാകുമാരിക്ക് എവിടേക്കൊക്കെ പോയി അവിടുന്ന് കുബേരനോ ലക്ഷ്മിയോ ഒക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മിപ്രിയയ്ക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കേക്ക്. സിനിമയുടെ യാത്ര പോയിരുന്നു, തിരുവനന്തപുരത്താണ്, ചിറയൻകീഴോട്ടാണെന്നാണ്, കിഴക്കാച്ചി അലയിലെന്നാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു അവിടെ ഒരു വലിയ വിഷയം ഉണ്ടായി. അതൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു വിഷയമാണ്. പക്ഷേ ഈ ആ സ്ഥലത്ത് അവർക്ക് റൂം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഇത്രയും ശത്രുത, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ശത്രുത വരാൻ കാരണം അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്? നമ്മളെ ഈ പൊതുജനം എല്ലാം നമ്മളെ വലിച്ചു കീറുമ്പോഴും നമ്മളെ ഇത്രയധികം ആക്രമിക്കുമ്പോഴും ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ജയിക്കട്ടെ, ആ കുട്ടി പറയുന്നിടത്തോളം പറയട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ, എവിടം വരെ പോകുന്നോർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. സുരേഷേട്ടൻ ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതലാണ് ശരിക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. കിടക്കാച്ചേളിന് 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഓണമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് അൻസിബയും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഭക്ഷണം കഴിച്ച ദിവസം ഫിലിം ചേംബറിന്റെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു, ഓണം ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അതോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നു എനിക്ക് അല്ല, ഫിലിം ചേംബറിന്റെ ഇതിൽ പങ്കെടുത്തതാണ്. അന്ന് തിരിച്ച് ഞങ്ങൾ പോയി. അന്ന് രാത്രി ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ട്, നൈറ്റ് ഷൂട്ട്സ് ആണ് കൂടുതലും. ആ ഷൂട്ട് കഴിഞ്ഞു. 13-ാം തീയതി ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 13-ാം തീയതി ഞങ്ങൾ പുറത്ത് കറങ്ങാനൊക്കെ പോയി. എനിക്ക് നല്ല പനിയുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ മറ്റേ സിനിമയൊക്കെ പോയിട്ട് കണ്ടു, ലോക സിനിമയൊക്കെ പോയി കണ്ടു. പിന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അതിന്റെ ബില്ലും ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അൻസിബയുടെ ബില്ല് ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അങ്ങനെ അന്ന് ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, 13-ാം തീയതി ഇവർ വിളിച്ചിട്ട് പറഞ്ഞു പടം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുകയാണ്, കുറച്ച് അവർക്ക് എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഷൂട്ട് തുടങ്ങുന്നുള്ളൂ, മാഡം ഒക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്നാ പിന്നെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴായിരുന്നു തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടുന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഓ ഈ ആളാണല്ലോ ആളെന്ന് മനസ്സിലായത്. ഈ ആളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി പോന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എന്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിട്ട്. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള
പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിന്റെ മാനേജർ ഒരു പയ്യൻ, അതുപോലെ ഷീബ എന്ന് പറഞ്ഞ കെയർ ടേക്കർ, ഇങ്ങനെ കോൾ ലിസ്റ്റ് കൊടുക്കുക. അക്ഷരാർത്ഥത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പം ഞാൻ ജയിച്ചേട്ടൻ വന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ച് വിളിക്കുന്നത്. അപ്പം ആദ്യത്തെ കോൾ ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റാണ്. അതിലേക്ക് ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം റൂം, ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പോൾ അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള്, മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ്, അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയും, ഇത് ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു, വോയിസ് കമാൻഡിങ് നമ്മൾ ശരീരം കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് അറിയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിൽ ഇല്ലാത്ത ആളാ. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:00 കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എന്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു, ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഇല്ല, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവർ തന്നെ അന്തം വിടും, ആരെ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലേൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലേൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇത് ആരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, ആണോ ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിൽ വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? പറഞ്ഞു പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ 7 star ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞു. ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു, ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഇത് മുഴുവൻ ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവർ മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങൾ, പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അപ്പോ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇദ്ദേഹം ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളുമാണ്. ആരോപണമല്ല, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജീവ് പറഞ്ഞ കാര്യം വെച്ചാൽ അവിടെ വന്ന വിഷയം പറഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കൊടുക്കാത്തതിന് വേറെ ചില റീസൺ അവർ പറയുന്നത്. അപ്പൊ എന്താണെന്നത് ആ റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നു, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ID കാർഡ് വന്നാൽ അവർക്ക് സ്റ്റേ ചെയ്യാം, ID കാർഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒരു 10:30 കൂടിയിട്ട് ഇവര് പോകാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അവിടുത്തെ ആ കുട്ടിയുടെ ലഗേജും സാധനങ്ങളും ഒക്കെ കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടി വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് ഒരു പെൺകുട്ടിയോ ആരും ഇല്ലാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ശ്വേത ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ ഹസൻ ആരാന്ന് നമുക്കറിയില്ല, ആരോ ഒരാളുടെ കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് ശ്വേത ചേച്ചി വിളിച്ച് അവർ പറയുന്നു. അത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ശ്വേത ചേച്ചി അതും ഹൈഡ് ചെയ്തു. ഈ പേഴ്സണൽ എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ID പ്രൂഫ് കൊടുത്തെങ്കിൽ ആർക്കും ഒരു വിഷയവുമില്ല, ആർക്കും ആരുടെ റൂമിലും വരാം. പക്ഷെ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കൊടുത്തില്ല. അപ്പോ പിറ്റേ സ്കെഡ്യൂള് നമുക്ക് അവിടെ പിന്നെ 3 ഞാൻ വിളിച്ചു. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് ഈ ഷീബ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറയാണ്, അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളെ ആയിരിക്കും ചേച്ചിന്ന്. അപ്പൊ എന്റെ അടുത്ത് പറയാം, ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മാഡത്തിന്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, എന്തുകൊണ്ട് ആ പുള്ളി അവിടെ താമസിച്ചില്ല? എന്തിന് ഈ മാഡത്തിന്റെ റൂമിൽ തന്നെ താമസിച്ചു? നമുക്ക് ഉത്തരവില്ലാതെ പോവാണ്. അവിടെ ഞാൻ അൻസിബയെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞു.
ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അറിയില്ലേ 9 വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയില്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് അവിടെ ഒരു കുബേരനും അവിടെ ഒരു ലക്ഷ്മി ഇരിപ്പുണ്ട് ശംഖ് കൊണ്ടുള്ള, ഒരു മിനിറ്റ് തന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, സിനിമാക്കാർ താമസിക്കുന്ന ഹോട്ടലിനെ പറ്റി പണ്ട് ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ ഗോസിപ്പ് കേട്ടിട്ടുണ്ട്. ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നൊരു വളരെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചോണ്ട് പണ്ടത്തെ പണ്ടേന്ന് പറഞ്ഞാൽ ഒത്തിരി പഴയതല്ല, അല്ലാതെ സിനിമാക്കാർ ആ മുറിയിൽ നിന്ന് ഈ മുറിയിലോട്ട് പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ സിനിമാക്കാരെ കുറിച്ച് പറയുന്നത് സത്യമാണെന്ന് നമുക്കും അറിയാം, ആർക്കും അറിയാൻ മേലായൊന്നുമില്ല. ഇപ്പൊ ഈ കേസിൽ തന്നെ അവിടെ കെയർടേക്കറെ സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് അൻസിബയും കാമുകനൂടെ മുങ്ങിയെന്ന് പറയുമ്പം ആ ഹോട്ടലുകാര് ശ്വേതയെ വിളിച്ച് ആ കാര്യം പറഞ്ഞെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ശ്വേത അത് ഹൈഡ് ചെയ്തു എന്നൊരു വാക്കും കൂടെ കേട്ടോ. ഈ ഹൈഡ് ചെയ്താണ് ഇവർക്ക് എല്ലാം ഉള്ള മെയിൻ പരിപാടി. പക്ഷെ ചില കേസുകെട്ടൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ അലക്കേണ്ടി വരും. അത് ഇവർക്കിട്ടോ ദൈവം കൊടുക്കുന്ന പണിയെന്ന് ഓർത്താൽ മതി. ആരും അത്ര നല്ലവരൊന്നുമല്ല ഇവരാരും. സിനിമാക്കാർ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ലൈഫ് വളരെ പോഷാണല്ലോ. അപ്പൊ ആ രീതിയിൽ മാക്സിമം ആസ്വദിച്ചു പോകുന്ന പരിപാടിയാണ് അവർക്കൊക്കെ ലൈഫ്. അപ്പൊ ആസ്വാദനം ഇങ്ങനെയുള്ള ചില മദ്യപിക്കുക, ഇങ്ങനെ പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അത് സാധാരണക്കാർക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അലക്കേണ്ടി വരും. അങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയ അലക്കിയതാണ് ഇത് കേട്ടത്. അല്ലാതെ ഇതിന്റെ അകത്ത് അയ്യോ അവര് വലിയ പുണ്യാളത്തിയ, അവര് നൂലേന്ന് ഇറങ്ങി വന്നാൽ ഒന്നും ചെയ്യില്ല. അത് നമ്മൾ വെറും പൊട്ടികളായിട്ട് ചിന്തിക്കുകയാണ്. ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ആരുടെയും സൈഡ് പറയുന്നതിൽ ഒരു കാര്യമില്ല. സൈഡ് പറഞ്ഞാൽ നമ്മളാണ് പൊട്ടന്മാരാകുക. ഇന്നിപ്പോ ഈ ഹോട്ടലിൽ നടന്നതിന്റെ മുഴുവൻ റെക്കോർഡും അവരുടെ ഭാഗത്തുള്ളതായിട്ടാണ് പറയുന്നത്. അതിന്റെ ഓണർ ദുബായിലുള്ളതാണ്. കേട്ടല്ലോ, ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും. കംപ്ലീറ്റ് രേഖ അവരുടെ കയ്യിലുള്ളതാണ്. അല്ലാതെ ഒരു ചാനലിൽ വന്നിരുന്ന് ഇത്രയും വിളിച്ചു കൂവി ഇങ്ങനെ തെളിവില്ല പറയാൻ പറ്റില്ല. ഇതിപ്പം അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ. ആ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി അതിനാണ് കേസിന് പോയിരിക്കുന്നത്. അല്ലാതെ വേറൊരു കാര്യമില്ല. അതിന്റെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന പോലെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറഞ്ഞതിനാണ് അത് കേസിന് പോയിരിക്കുന്നത്. അല്ലാതെ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് അതിനും പറയാൻ പറ്റില്ല. കാരണം രേഖകളെല്ലാം ഹോട്ടലുകാരുടെ കയ്യിലാണുള്ളത്, ലക്ഷ്മിപ്രിയയുടെ കയ്യിലല്ലാന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ആവശ്യം വന്നാൽ അവരത് പ്രസന്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഇത് ലക്ഷ്മി കൊണ്ട് പുറത്തിടേണ്ടി വന്നതിന്റെ കാരണം ഇവര് തമ്മിലുണ്ടായ വഴക്കാണ്. ഈ വഴക്കിന്റെ ആദ്യ കാരണം എന്താണെന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ആദ്യ കാരണം വെറുതെ ഇരിക്കുന്ന ദുബായി പോയ ലക്ഷ്മിപ്രിയ അവിടെ ആരുടെയോ കൂടെ എന്തോ ഫോട്ടോ എന്നും പറഞ്ഞ് വേറൊരു രീതിയിൽ വളച്ചു കെട്ടിക്കൊണ്ടു. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ എന്താ ബാറിൽ പോയി എന്തോ ബാറ് ഡാൻസ് ചെയ്തെന്നോ എന്തൊക്കെയോ ലക്ഷ്മിപ്രിയ വെച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും തെളിവുണ്ടോ കൊടുക്കാൻ? ആരുടെ കയ്യിലും ഇല്ല. അപ്പൊ ഈ തുടങ്ങിയത് ആർജെ എന്ന് പറയുന്ന ഏതോ ഒരാളുടെ പരദൂഷണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അനുഭവിച്ചത് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ മാപ്പ് എഴുതി വെച്ചിട്ട് പോരേണ്ടി വന്നെന്ന് ആലപ്പി അഷറഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, മാപ്പ് എഴുതി വെച്ചിട്ടാ പോന്നിരിക്കുന്നത്. കാരണം പറഞ്ഞ ഭാഗങ്ങളൊന്നും തെളിയിക്കാനില്ല. അതിന്റെ ചുരുക്കുകളാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കാണുന്നതല്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.